ഓം ശാന്തി. സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും വേറിട്ട് ഞാൻ ആത്മ അഭിമാനി സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ബുദ്ധിയാകുന്ന ദിവ്യനേത്രം ഭ്രുകുടി മധ്യത്തിലേക്ക് പൂർണ്ണമായും ഏകാഗ്രമാക്കുന്നു. മഹാജ്യോതി പരമാത്മാ പിതാവിൻ്റെ ഓർമ്മയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന പരിധിയില്ലാത്ത പിതാവിൻ്റെ വിശേഷ ആജ്ഞാകാരി കുട്ടിയാണ്. ഓരോ സങ്കല്പവും വചനവും കർമ്മവും ബാബയുടെ ആജ്ഞ അനുസരിച്ച് നടക്കുന്നു. നിരന്തരം സ്മൃതി സ്വരൂപമാകുന്നു. അമൃതവേള മുതൽ രാത്രി വരെ മുഴുവൻ ദിവസത്തിലും ബാബയുടെ ആജ്ഞ അനുസരിച്ച് നടക്കുന്നു. ഇതിൽ പരിശ്രമം അനുഭവപ്പെടുന്നില്ല. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഞാൻ ആജ്ഞാകാരി കുട്ടിയുടെ ഓരോ ചുവടിലും ബാബയുടെ ഹൃദയത്തിൻ്റെ ആശീർവാദങ്ങൾ കൂടെയുണ്ട്. സ്വയം ദിലാരാമനായ പിതാവിൻ്റെ ആശീർവാദങ്ങൾ എൻ്റെ ഓരോ കർമ്മവും ഫലദായകമാക്കുന്നു. ഞാൻ സന്തുഷ്ടമാണ്. ബാബയുടെ നമ്പർ 1 ആജ്ഞാകാരിയായി സദാ ബാബയുടെ ആശീർവാദത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. സദാ ഈ സ്മൃതിയിലാണ് സർവകർമ്മവും സർവശക്തിവാൻ ബാബ എന്നിലൂടെ ചെയ്യിപ്പിക്കുന്നു. ആജ്ഞാകാരിയായി നടന്ന് ഇപ്പോൾ കർമ്മബന്ധനത്തിൻ്റെ ഭാരമില്ല. കർമ്മസംബന്ധത്തിൽ സദാ ഡബിൾ ലൈറ്റായിരിക്കുന്നു. സദാ സമ്പന്നമായിരിക്കുന്നു. സന്തോഷത്താൽ സമ്പന്നമായി ശാന്തസ്ഥിതിയിലിരിക്കുന്നു. ഞാൻ ബാബയുടെ നമ്പർ 1 ആജ്ഞാകാരി കുട്ടിയാണ്. ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ വിശേഷ പാർട്ട് അഭിനയിക്കുന്ന ഞാൻ ഒരു ഭാഗ്യനക്ഷത്രമാണ്. ഏതുപോലെ നിരാകാരേഷു ബാബ സത്യമായ നിഷ്കാമ സേവാധാരിയാണ്, അതുപോലെ ഞാൻ നിരാകാരി ആത്മാവും സർവ ആഗ്രഹങ്ങളിൽ നിന്നും അകന്ന് നിഷ്കാമ സേവാധാരിയാകുന്നു. ഞാൻ ഓരോ കർമ്മവും ബാബയുടെ ഓർമ്മയിൽ യോഗയുക്തമായി ചെയ്യുന്നു. സദാ നിസ്വാർത്ഥ ഭാവത്തോടെ ആത്മീയ സേവ ചെയ്യുന്നു. സേവയുടെ വിനാശി ഫലത്തിൻ്റെ ആഗ്രഹങ്ങളെ ഒഴിവാക്കുന്നു. ഞാൻ നിഷ്കാമ സേവാധാരിയാണ്. മനസ്സിലോ സങ്കല്പത്തിലോ പേരോ പെരുമയോ ആഗ്രഹിക്കുന്നില്ല.
നിരഹങ്കാരിയായി നിസ്വാർത്ഥ ഭാവത്തിൽ സേവ ചെയ്ത് ദേഹാഭിമാനം, ദേഹ അഹങ്കാരത്തിൽ നിന്നും മുക്തമാകുന്നു. ഞാൻ എൻ്റെ സ്വമാനത്തിലിരുന്ന് സ്നേഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെ സർവർക്കും ആത്മീയ ആദരവ് നൽകുന്നു. ഈശ്വരീയ സേവ ചെയ്ത് സ്വയം നിറഞ്ഞിരിക്കുന്ന അനുഭവം ചെയ്യുന്നു. ഞാൻ അവിനാശി ഫലത്തിൻ്റെ അധികാരിയാകുന്നു. സേവയെ വിശ്വകല്യാണത്തിന് വേണ്ടി അർപ്പണം ചെയ്യുന്നു. ഞാൻ പരിധിയില്ലാത്ത സേവാധാരി ബാബയുടെ ഹൃദയ സിംഹാസനധാരിയാകുന്നു. ഞാൻ സത്യമായ ബാബയുടെ കൂടെ സത്യമായിരിക്കുന്നു. വിശ്വസ്തനും ആജ്ഞാകാരിയുമായ സേവാധാരികൾ ഒരിക്കലും തൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കാത്തവർ, ബാബയോട് സത്യവും ശുദ്ധവുമായ ഹൃദയമുള്ളവർ, അവർക്ക് ഒരിക്കലും ഒളിഞ്ഞിരിക്കാൻ സാധ്യമല്ല. എൻ്റേത് ഉയർന്ന ലക്ഷ്യമാണ്. എൻ്റേത് കേവലം ഒരു ബാബ മാത്രമാണ്, മറ്റാരുമില്ല. കോടിയിൽ ചിലർക്കേ മാലയുടെ മുത്താകാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് രാത്രിയും പകലും സേവനത്തിൻ്റെ ചിന്തയായിരിക്കും. ഞാനിപ്പോൾ ബാബയുടെ സന്മുഖത്തിലാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസ്തനും ആജ്ഞാകാരിയുമാകുന്നു. ബാബ പറയുന്നു, ദേഹി അഭിമാനിയായി മാറി ബാബയെ ഓർമ്മിക്കൂ. അതിരാവിലെ ഇരുന്ന് ബാബയോട് സംസാരിക്കുന്നു. ബാബയുടെ മഹിമ പാടുന്നു. ഞാൻ ഓരോ ചുവടും ശ്രീമതമനുസരിച്ച് നടക്കുന്നു. ഞാൻ എത്രത്തോളം ശ്രീമതമനുസരിച്ച് നടക്കുന്നുണ്ട് എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. ദേഹി അഭിമാനിയാണെങ്കിൽ സദാ സേവനത്തിൽ മുഴുകിയിരിക്കും. ബാബ വന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യവും സത്യമായിരിക്കണം. ഞാൻ സത്യതയോടെ ബാബയുടെ സർവീസിൽ മുഴുകുന്നു. പൂർണ്ണമായും വിശ്വസ്തനും ആജ്ഞാകാരിയുമാകുന്നു. ഈശ്വരീയ പരിവാരത്തോട് സത്യമായ സ്നേഹമുണ്ടാകണം. ശ്രീമതത്തിൽ മന്മതവും രാവണമതവും മിക്സ് ചെയ്യരുത്. ഒരു ബാബ, മറ്റാരുമില്ല. ഈ ഗ്യാരണ്ടി ഉറപ്പാക്കണം. ഹൃദയം ശുദ്ധവും പവിത്രവുമാകണം. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ആത്മീയ സുഗന്ധത്തിൻ്റെ ആധാരത്തിൽ സർവർക്കും പരമാത്മ സന്ദേശം നൽകുന്ന വിശ്വകല്യാണകാരിയാകുന്നു. ആത്മീയ ശക്തി സ്വയം ധാരണ ചെയ്യുന്നു. ആത്മീയ സുഗന്ധം അനേക ആത്മാക്കളെ ആകർഷിക്കുന്നു. ദൂരെയുള്ള ആത്മാക്കൾക്കും ആത്മീയ ശക്തിയിലൂടെ ബാബയുടെ സന്ദേശം നൽകാൻ സാധിക്കുന്നു. അനേക ആത്മാക്കൾക്ക് അഞ്ജലി നൽകാൻ കഴിയുന്നു.
വിശ്വകല്യാണകാരിയാകുന്നു. സ്വയം തന്നിൽ ശുദ്ധ ശ്രേഷ്ഠ സങ്കല്പങ്ങൾ ഇമർജ് ചെയ്യുമ്പോൾ വ്യർത്ഥം സ്വതവേ മർജായി പോകുന്നു. ബാബ സൂചന നൽകുകയാണ്, ഏതെങ്കിലും പരിതസ്ഥിതി വന്നാൽ ബാബയെ തന്റെ സാക്ഷിയാക്കുക. ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ വിശേഷ ശക്തികളുണ്ട്, ഈ അനുഭവം ചെയ്യുന്നു. എവിടെ ബാബയുണ്ടോ അവിടെ ഏതു കൊടുങ്കാറ്റും സമ്മാനമായി മാറും. നിശ്ചയ ബുദ്ധി വിജയി, ഈ ടൈറ്റിലിന്റെ സ്മൃതിയിൽ വിജയിയാകൂ. വിജയവർഷം ആഘോഷിക്കൂ. ഓം ശാന്തി.